ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ അനിയൻ്റെ, അതായത് കിച്ചുമോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അവൻ്റെ ബർത്ത്ഡേ വരുന്നത് ജനുവരി 4-നാണ്. ഇത് ജനുവരി 3-നെടുത്ത വീഡിയോ ആണ്. എന്തായാലും ഞാൻ ഇന്ന് തന്നെ ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് അവന് ചെറുതായിട്ടൊന്ന് സർപ്രൈസ് കൊടുക്കാം. ഇത് എൻ്റെ വേറൊരു വ്ളോഗിൻ്റെ അകത്തുള്ള അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ വീഡിയോയിൽ വോയിസ് വരാത്തതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈവനിങ് ആയിട്ട് കാണാം. ഈവനിങ് ആയിട്ട് ജനുവരി 4-നാണ് അവൻ്റെ ബർത്ത്ഡേ. പക്ഷേ ജനുവരി 3-ന്, അതായത് ജനുവരി 4-ന് രാവിലെയാണ് നമ്മൾ കേക്ക് മുറിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ നാരയംകുളത്തേക്ക് പോകണം. അപ്പോൾ ഈവനിങ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മിഥുനാടിനോട് വന്നിട്ട് മിഥുനാടിന് അവൻ്റെ ഫ്രണ്ട്സിനോട് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി വന്നിട്ട് നമുക്ക് മിഥുനാടിനോട് ചോദിച്ചിട്ട് എന്താ വെച്ചാൽ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ അനിയനെ വീഡിയോസിലൊന്നും നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് കേട്ടോ എൻ്റെ അനിയൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോട്ടോ കൊടുത്തതാണ്. ബാക്കി ഒക്കെ ഞാൻ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ്, ഈവനിങ് ആയപ്പോൾ, ഈവനിങ് ഒന്നല്ല, ഒരു 6:30-7 മണി അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു സമയത്താണ് മിഥുനാട്ടം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് ഓർഡർ ചെയ്യണമല്ലോ. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട്. മിഥുനാട്ട ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഓക്കെ ആണെന്ന് പറഞ്ഞ് അപ്പം അവർക്ക് വേണ്ട ഫുഡ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇവൻ അറിയാൻ ചെയ്യരുതല്ലോ, അല്ല നമ്മൾ ഒരുമിച്ചാണ് ബുക്ക് ചെയ്യാറ്. പക്ഷേ ഇവൻ അറിയാത്തതുകൊണ്ട് ഞങ്ങൾ എവിടുന്ന അങ്ങനെ പെട്ടെന്ന് ബുക്കാക്കണ്ടേ. അപ്പോൾ ഞങ്ങളത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഫുഡ് ഞങ്ങൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നോക്കി. അന്നപ്പോൾ ഞങ്ങൾക്ക് നടന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അച്ഛനോട് കൂട്ടാളിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അച്ഛനെയും കൂട്ടിയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, അവന് കുറച്ച് സാധനം വാങ്ങാൻ പോകും. കൂട്ടാളിലേക്ക് കൊണ്ടുവന്നിട്ടല്ലേ? എത്ര ബിരിയാണി വേണമെന്നാ പറഞ്ഞോ? ഉണ്ടാവോ? ആയിക്കോട്ടെ, 10 ബിരിയാണി. അത് പാർസല്. അത് റൈസ് വേറെ, ഇത് വേറെ ആയിട്ട് കിട്ടൂലേ? എന്നാൽ 10 അതിലെല്ലാ ഇതും വെക്കണേ. നമുക്കൊരു ഫംഗ്ഷൻ വേണ്ടിയിട്ടാ. ഇല്ല, കൂട്ടാലിടെയാ. മതി. 1 മണിക്കൂർ കഴിഞ്ഞ് 1:30 ആയാലും കുഴപ്പമില്ല. നമ്മൾ 12 മണിക്കാണ് പരിപാടി. അതിനിടയ്ക്ക് ഞങ്ങളൊരു ഷോപ്പ് കയറി അവന് വേണ്ട ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സ് വാങ്ങിയ കട എന്ന് വെച്ചാൽ നടുവണ്ണൂരാണ് കേട്ടോ. ഷോപ്പിൻ്റെ പേര് ഈ കവറിൻ്റെ നല്ല ഡിസ്കൗണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ടീഷർട്ടിനായാലും ഷർട്ടിനായാലും ഒക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് നടുവണ്ണൂർ നേരെ കൂട്ടാടിലേക്ക് പോകാം. കൂട്ടാട് പുതിയൊരു ഓപ്പൺ ചെയ്ത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളവിടെ പോയി ചമ്മിയ കാര്യം. അപ്പോൾ അവിടെ അന്ന് തിരക്കായുണ്ട് കേട്ടോ, സാധനമൊന്നുമില്ലാത്ത. അപ്പോൾ അച്ഛനും മിഥുനാടിനും കൂടി കേക്കിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഫുഡ് വരുള്ളൂ. ഫുഡ് ബാലുശ്ശേരി നിന്നെത്തണം. ഞങ്ങൾക്ക് നടുവണ്ണൂരിൽ നിന്നൊന്നും കിട്ടിയില്ല. ബാലുശ്ശേരിക്കാണ് കേട്ടോ വിളിച്ച് പറഞ്ഞാൽ 14 കൊണ്ടുവരിക, നന്മണ്ട. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് നല്ല കവറിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് കൂടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെടുത്ത് പോകാം. പക്ഷേ ഇപ്പോൾ അവിടെ എത്തിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ലേറ്റ് ആകാണ്ട് തന്നെ ഞങ്ങൾക്ക് കേക്കും കിട്ടി. അപ്പോൾ കേക്കും സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ സംഭവമൊന്നും വാങ്ങാനില്ല, കുറച്ച് വെള്ളം വാങ്ങാനേ ഉള്ളൂ. അതായത് 7up അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങണം. അപ്പോൾ അത് ഞങ്ങൾ വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ബുള്ളറ്റിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ തിരിച്ച് ബുള്ളറ്റിൽ, ഞങ്ങൾ കാറിൽ അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഗൈസ്, ഞാൻ വീട്ടിലെത്തി. പക്ഷേ വീട്ടിലെത്തിയിട്ട് ഡൈനിങ് ഹാളിലാണ് കിറ്റുള്ളത്. അപ്പോൾ അവനെ കാണാണ്ട് കാറിലെടുത്തിട്ട് ഇത് അകത്ത് കയറ്റണം. എവിടെ ഇടാണല്ലോ ഒമ്പതേ കക്കാര് ഇപ്പം അവൻ്റെ കൂടെ മച്ചി മഞ്ഞപ്പാലല്ല, പാലോടിയാ. അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നോക്കണ്ട. അപ്പോൾ അവൻ കാണാണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ ആ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അവൻ ഡോറ് തുറക്കും അറിയില്ല. നമ്മളായത് ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനം. എത്ര ആളുണ്ട്? അപ്പം അത് സെറ്റാണ് ഗൈസ്. ഇപ്പോൾ 12 മണിയായിട്ടുണ്ട്. 12 മണിയല്ല, 11:55. അപ്പം 11:55 എന്ന് പറഞ്ഞാൽ 12 മണിക്ക് കേക്ക് മുറിക്കണമല്ലോ. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനാണെങ്കിൽ ഡൈനിങ് ഹാളിലൊക്കെ എടുക്കുകയും ചെയ്യുന്നു, ഫോണിൽ കളിക്കുന്നുണ്ട്.
അവൻ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്, ഉറങ്ങിയിട്ടില്ല. അച്ഛനമ്മ വേറെ റൂമിലാണ്. പക്ഷേങ്കിൽ ഇവർ വരുമ്പല്ലേ, ഞാൻ അതിൻ്റെ മുമ്പേ കുറ്റി ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട് മിഥുനേട്ടൻ പറഞ്ഞിട്ട്. പക്ഷേങ്കിൽ അവർ പെട്ടെന്ന് വിചാരിച്ചു, ഓൻ കണ്ട് വിചാരിച്ചു. കാരണം ഒരു വീട്ടിലേക്ക് ഇടിച്ച് കയറി വരില്ലേ, ഒരു പെട്ടെന്ന് വന്ന് തുറക്കാനാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ചെറുതായിട്ടൊന്ന് പള്ളി പോയിട്ട് ആ ഒരു ഭാഗം മാത്രം. പട്ടി കുരയാണെങ്കിൽ പട്ടി കുരയാൻ ആളടുത്ത് 5 എണ്ണം ഉണ്ടല്ലോ, അതുകൊണ്ട് അവരിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും, ഒരു രക്ഷയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവർ സ്ഥിരം കുറയ്ക്കുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവന് വലിയ ഡൗട്ട് അടിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം. ബാക്കി ചെറുതായിട്ട് വലിയ രീതിയിലൊന്നും അങ്ങനെ ഞെട്ടി ഇതായിപ്പോയില്ല. അമ്മ പെട്ടെന്ന് ഡോറ് തുറക്കാൻ വരികയും ചെയ്ത്. അതാണ് അവർക്ക് ഡോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ അകത്തുനിന്ന് പുറത്തേക്ക് വന്ന്. പക്ഷെ അവനൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഗൈസ് അതങ്ങോട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഫുഡ് കഴിക്കണം, കേക്ക് മുറിക്കണം. അപ്പോൾ ഫുഡ് റെഡിയാക്കിട്ടോ. പച്ചവെള്ളം ചെറിയൊരു ഇടവേളയാണ്, കാരണം അവൻ കുളിക്കാൻ പോയിട്ട് മേലൊക്കെ കോഴിമുട്ടയായിട്ട് കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവൻ വന്നിട്ട് നമുക്ക് കേക്ക് മുറിക്കാം. പ്ലേറ്റ് എടുത്തിട്ടോ. കേക്ക് ടേസ്റ്റ് ഉണ്ടല്ലേ? തിന്നിനോ? കേക്ക് രസമില്ലേ? ഇതാ ലാഭം. സെറ്റായി. അപ്പോൾ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും കിച്ചുനും കൂടി ഒരുമിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ അവർ കഴിച്ചിട്ട് അവിടെ പോട്ടെ. ഇത് ഇവിടുത്തെ കോലാഹലമാണ് കേട്ടോ. പിന്നെ ആ സാധനം പൊട്ടിച്ചില്ല, അതിൻ്റെ താഴ്ന്ന് വന്നതാണ്, അല്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. അപ്പം ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. അത് അവൻ്റെ ഡ്രസ്സ് അവൻ ഇട്ടില്ല കേട്ടോ. അവന് കുളിച്ചപ്പെടായിരുന്നു, പക്ഷെ അവൻ ഇട്ടില്ല. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചു. അതുപോലെ തന്നെ നന്നായി സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ നാളെ അമ്പലത്തിൽ പോകാൻ പറ്റില്ലല്ലോ എനിക്ക്, അതുകൊണ്ട് അമ്പലത്തിൽ പോകുന്നില്ല. അപ്പോൾ നാളെ അവന് വർക്കുണ്ട്, അമ്മയ്ക്ക് വർക്കുണ്ട്, അച്ഛന് പോകാണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പം ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. பசி தூக்கத்தை மறந்து நீயும்
வடி பாசத்தை பொழிஞ்சாயே தினமும் முகம் பார்த்து பூக்கும் புது விடியலும் தந்தாயே